ഇപ്പോൾ PV അൻവർ MLA AKG സെന്ററിലേക്ക് അതിന് ഓപ്പോസിറ്റുള്ള സമുച്ചയത്തിലേക്കാണ് എത്തുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കാണാനായി PV അൻവർ MLA എത്തുകയാണ്. നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇന്ന് പാർട്ടി സെക്രട്ടറിക്ക് ഔദ്യോഗികമായി അതിന്റെ കത്ത് നൽകും, പരാതി നൽകുമെന്നുള്ളത്. ഇപ്പോൾ PV അൻവർ എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. PV അൻവർ MLA ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടു. ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം ഇന്ന് PV അൻവർ MLA ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കാണാനായി എത്തുന്ന വിഷ്വലാണ് ഇപ്പോൾ തൊട്ടു മുമ്പ് കണ്ടത്. എന്തായാലും എന്തൊക്കെ വിഷയങ്ങളിൽ എന്തൊക്കെ പാർട്ടി നിലപാട് എന്നുള്ളതാണ് പ്രധാനം. ഒരു സഖാവ് എന്ന നിലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്തതാണ് എന്നാണ് PV അൻവർ MLA ഇന്നലെ പറഞ്ഞത്. ഇനി ചെയ്യേണ്ടത് പാർട്ടിയാണ്. പാർട്ടി എങ്ങനെയൊക്കെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നുള്ളതാണ് കണ്ട് അറിയേണ്ടത്. PV അൻവർ MLA തൊട്ടു മുമ്പാണ് ഇപ്പോൾ രാവിലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കാണാൻ 8:40 അവിടെ എത്തിയിരിക്കുന്നു. അത് എത്ര സമയം നീണ്ടു നിൽക്കും, ഇനി കണ്ട ശേഷം പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. ഡാൻ കുര്യൻ നമ്മൾക്ക് വിവരങ്ങൾ നൽകും. എന്നാലും തൊട്ടു മുമ്പാണ് PV അൻവർ MLA CPM സംസ്ഥാന സെക്രട്ടറി കാണാനായി അവിടെ അദ്ദേഹം താമസിക്കുന്ന സമുച്ചയത്തിലേക്ക് എത്തിയത്. KG സെന്ററിന് എതിർവശത്തുള്ള സമുച്ചയത്തേക്ക് ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ഏതാണ്ട് 40 മിനിറ്റോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ വലിയ പ്രതികരണത്തിന് അദ്ദേഹം മുതിർന്നില്ല. പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായിട്ടുള്ള ചോദ്യങ്ങൾ, P ശശിയെ പറ്റിയുള്ള ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി നൽകിയില്ല. ADGP MR അജിത് കുമാർ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആരോപണങ്ങളൊക്കെ പ്രധാനമായും ഉന്നയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PV അൻവർ MLA ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കാണാനായി എത്തിയിരിക്കുന്നു. നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിക്കുമെന്ന് പ്രതീക്ഷിക്കാമെന്നാലും കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം തൊടുത്തുവിട്ട രാഷ്ട്രീയ ആരോപണങ്ങൾ അത് വലുതായിരുന്നു. പ്രത്യേകിച്ചും രാഷ്ട്രീയ ആരോപണങ്ങളിൽ ഒരുപാട് ചർച്ചകൾ, വിവാദങ്ങൾ ഉയരുകയും ചെയ്തു. ഡാൻ കുര്യൻ ചേരുന്നു നമ്മളൊപ്പം. ഡാൻ, അദ്ദേഹം എത്തി. ഇത് ഈ MV ഗോവിന്ദൻ താമസിക്കുന്ന ആ സ്ഥലത്തേക്കല്ലേ എത്തിയത്? ഇത് അതിനുശേഷം മാധ്യമങ്ങളെ കാണാമെന്നോ എന്തെങ്കിലും പറഞ്ഞോ കയറിപ്പോയപ്പോൾ? എന്തോ അല്പസമയം മുമ്പാണ് PV അൻവർ MLA ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ചിന്ത ഫ്ലാറ്റിലേക്ക്. ഞങ്ങളിപ്പോൾ ഉള്ളത് ചിന്ത ഫ്ലാറ്റിലാണ്. ഇവിടെ MV ഗോവിന്ദൻ മാസ്റ്റർ രാവിലെയാണ് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഈ ചിന്ത ഫ്ലാറ്റിൽ എത്തിയത്. രാവിലെ 6 മണിക്ക് ശേഷമാണ് എത്തിയത്. അതുകൊണ്ടാണ് അല്പസമയം വൈകിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PV അൻവർ ഇവിടേക്ക് എത്താൻ എന്തായാലും അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചിരിക്കുന്നുവെന്ന് വേണം പറയാൻ. സ്വാഭാവികമായി മുഖ്യമന്ത്രിയുമായി അദ്ദേഹം ഇന്നലെ അരമണിക്കൂർ നേരം അദ്ദേഹത്തിന്റെ കൈവശമുള്ള തെളിവുകൾ കൈമാറുകയും അതോടൊപ്പം മറ്റ് തെളിവുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. കൈവശമുള്ള രേഖകൾ, ഫോൺ രേഖകൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് കൈമാറുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. സമാനമായ തരത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറിയ പകർപ്പായിരിക്കും CPM സംസ്ഥാന സെക്രട്ടറിക്ക് PV അൻവർ MLA കൈമാറുക. സ്വാഭാവികമായി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും തുടർ നീക്കങ്ങൾ. ഒരു കാര്യം ഉറപ്പാണ്, പാർട്ടി തലത്തിലും സർക്കാർ തലത്തിലും ഒരേ സമയം രണ്ട് തരത്തിലും നടപടി എടുക്കാൻ അനിവാര്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന തരത്തിലുള്ള നീക്കമാണ് PV അൻവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ പ്രധാനമായി ADGP MR അജിത് കുമാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം തെളിവുകളടക്കം കൈമാറിയിരിക്കുന്നതെങ്കിൽ പാർട്ടി സെക്രട്ടറിക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയായ P ശശിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ സംബന്ധിച്ചായിരിക്കും പരാതി കൈമാറുക എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരേ സമയം ആഭ്യന്തര വകുപ്പിൽ ADGP MR അജിത് കുമാറിനെതിരെയും പാർട്ടി തലത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും സമാനമായ തരത്തിൽ ഈ ആക്ഷേപങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ വേഗത്തിലാക്കുക, അതേസമയം പാർട്ടിയെ കൂടി പ്രശ്നത്തിൽ ഇടപെടിക്കുക, ഇത് രണ്ടുമാണ് പ്രധാനമായി PV അൻവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോഴും അൻവറിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യം നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം, അതിനിപ്പോഴും വ്യക്തമായ ഉത്തരം കൈവന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, PV അൻവർ മുന്നോട്ട് വെച്ച ആക്ഷേപങ്ങളിൽ, ആരോപണങ്ങളിൽ, വിമർശനങ്ങളിൽ ഗൗരവതരമാണ് എന്ന മുന്നറിയിപ്പുമായി ഗൗരവതരമായ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത് എന്ന പിന്തുണയുമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. LDF കൺവീനർ KP രാമകൃഷ്ണനും സമാനമായ തരത്തിൽ തന്നെയായിരുന്നു മാധ്യമങ്ങളോട് ഈ ചോദ്യങ്ങളോടൊക്കെ പ്രതികരിക്കുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഈ ഘട്ടത്തിലാണ് ഈ കൂടിക്കാഴ്ച നിർണായകമായി മാറുന്നതും ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾക്ക്, തിരുത്തലുകൾക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശം നൽകുമോ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. എന്തായാലും നിർണായകമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ചിന്ത ഫ്ലാറ്റിൽ MV ഗോവിന്ദൻ മാസ്റ്ററും PV അൻവറും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച സാക്ഷ്യം വഹിക്കുകയാണ്.
നിർണായകമായിട്ടൊരു കൂടിക്കാഴ്ചയാണെന്ന തരത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ LDF കൺവീനർ, പാർട്ടി സെക്രട്ടറി ഒക്കെ PV അൻവറിന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിയത്. അപ്പോൾ ആ ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഒരു ഊർജ്ജം പകരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഈ PV അൻവർ എന്നുള്ള ഒരു MLAക്ക് അപ്പുറം ഈ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം പകരുന്ന ഒരു സൈബർ ഇടത്തെങ്കിലും വലിയ ആവേശം പകരുന്ന ഒരു പോരാളി കൂടിയാണ് അൻവർ. അപ്പോൾ ഈ അൻവറിന്റെ അത്തരത്തിലുള്ള സ്വാധീനം കൂടി ഇതിൽ പരിഗണിക്കേണ്ടി വരുമല്ലോ. P. ശശിക്കെതിരെ അത്തരമൊരു നിലപാട്, അത് ഇന്നലെയൊക്കെ സൂചിപ്പിച്ച പോലെ ഒരു മലബാർ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അഭിപ്രായ രൂപീകരണം അത്തരത്തിൽ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ജനിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ വിലയിരുത്തുകയുണ്ടായി, സംശയിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരം ഒരുപാട് വിഷയങ്ങൾ ചേർത്ത് വെക്കുന്ന സാഹചര്യമാണ്. ഇതിനൊക്കെ എങ്ങനെ പാർട്ടി അതിനോട് പ്രതികരിക്കുമെന്നുള്ളതും ഒരു കൗതുകരമായിട്ടുള്ള കാര്യമല്ലേ? ഈ സമാന്തരമായ ഒരു ഭരണ സംവിധാനം അത് കൃത്യമായി തൻ്റെ നിയന്ത്രണത്തിലേക്ക്, വരുതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി എന്ന ആക്ഷേപമാണ് ഉയർന്നുകൊണ്ടിരുന്നത്. അവിടെ P. ശശിക്കൊപ്പം ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ അവർ ഒരുമിച്ച് ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുകയാണ്. അത് പലപ്പോഴും മുഖ്യമന്ത്രി അറിയാതെ പോകുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളായിരുന്നു PV അൻവർ കഴിഞ്ഞ ദിവസം മുതൽ മലപ്പുറത്ത് വെച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ രൂക്ഷമായ വിമർശനത്തിലൂടെ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രതികരണവുമായി PV അൻവർ രംഗത്തെത്തുമ്പോൾ അദ്ദേഹം പാർട്ടിക്ക് അതീതമായി, പാർട്ടി താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണോ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വരെ പടർന്നിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് താനെന്നും പാർട്ടിയുടെ ഭാഗമാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം പാർട്ടിയോടുള്ള കൂറ് ഉറക്കെ പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള നിലപാടുകളുമായി, പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തതാണ് ഈ വിവാദത്തിന്റെ ആക്കം കൂട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിനത് കാണാതങ്ങ് തള്ളിക്കളയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. എന്തായാലും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടത്തിയ പ്രസംഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവി നേതൃത്വം നൽകുന്ന ഒരു അന്വേഷണ സംഘം പോലീസിനെതിരെ ഉയർന്ന മുഴുവൻ ആക്ഷേപങ്ങളും കൃത്യമായി പരിശോധിക്കും എന്ന് പറയുമ്പോഴും ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് അപ്പുറത്തേക്ക് താഴെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും ADGP MR അജിത് കുമാറിനേക്കാൾ താഴെയുള്ള തസ്തികകളിലുള്ളവരാണ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും IG-യുമായ G. സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ളവരാണ് ഈ സംഘത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ സാങ്കേതികമായി ADGPയെ ഇവർക്ക് എങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയും, അല്ലെ അദ്ദേഹത്തിന് എങ്ങനെ കാര്യങ്ങൾ ചോദിച്ചെടുക്കാൻ കഴിയും, അദ്ദേഹത്തിന്റെ മൊഴി എങ്ങനെ ഇവർക്ക് എടുക്കാൻ കഴിയും എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അവിടെയാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന ആവശ്യം ഒരു വശത്ത് നിന്ന് ഉയർന്നത്. അതോടൊപ്പം അദ്ദേഹത്തെ സർവീസിൽ നിന്ന് തന്നെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തണമെന്ന ഗൗരവതരമായിട്ടുള്ള വിലയിരുത്തലുകളും മറുവശത്ത് നിന്ന് ഉയരുന്നുണ്ടായിരുന്നു. അപ്പോഴും തിടുക്കത്തിൽ ഒരു നടപടിയിലേക്ക് പോകാൻ സർക്കാർ തയ്യാറാകാതിരുന്നത് കൃത്യമായ ചില വിവരങ്ങളുടെ, സൂചനകളുടെ അടിസ്ഥാനത്തിലാണ്. കാരണം ഇതിനു മുൻപും പൊടുന്നനെ എടുത്ത തീരുമാനങ്ങൾ അത് പലപ്പോഴും സർക്കാരിന് പിന്നീട് തലവേദനയായി മാറുന്ന സാഹചര്യമുണ്ട്. TP സെൻകുമാറിനെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് തിടുക്കത്തിൽ മാറ്റുകയും സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് വിധേയമായി തിരികെ ആ പദവിയിലേക്ക് കൊണ്ടുവരേണ്ടി വരികയും ചെയ്ത സാഹചര്യമൊക്കെ സർക്കാരിന് മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ചടുലമായ തീരുമാനങ്ങളിലേക്കൊന്നും കടക്കാതെ കൃത്യമായ അന്വേഷണത്തിന് ശേഷം മാത്രം തുടർ നീക്കങ്ങൾ മതി എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും PV അൻവർ ഒരേ സമയം ADGP MR അജിത് കുമാറിനെയും അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയും ഉന്നം വെച്ചുകൊണ്ട് നടത്തിയ രൂക്ഷമായ ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ, അതിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൈമാറിയതിലൂടെ ADGP MR അജിത് കുമാറിനെതിരെയുള്ള നീക്കം ശക്തിപ്പെടുത്താനും പാർട്ടി സെക്രട്ടറിക്ക് അതേ പരാതി വീണ്ടും കൈമാറിയതിലൂടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരായിട്ടുള്ള നീക്കം അത് മറ്റൊരു തരത്തിൽ ശക്തിപ്പെടുത്താനുമുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരേ സമയം സർക്കാരിനും പാർട്ടിക്കും സമാനമായ തരത്തിൽ പരാതി നൽകുകയും അതിന്മേൽ പാർട്ടി തലത്തിലും സർക്കാർ തലത്തിലും അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ആരോപണം ഉയർന്നവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് സർക്കാരിന് മുമ്പിൽ അനിവാര്യതയായി മാറും. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് PV അൻവറിന്റെ ഇപ്പോൾ നടക്കുന്ന ഈ നീക്കങ്ങൾ വേണം നമുക്ക് ഈ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ. എന്തായാലും ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PV അൻവർ പുറത്തെത്തുമ്പോൾ മാധ്യമങ്ങളോട് ഏത് തരത്തിലായിരിക്കും ഈ വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്.